ഒരു സന്തോഷ വാർത്ത പറയുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സുഭാഷിതം ചാനലിലും ഗ്ലോബൽ മലയാളി ന്യൂസിലും ഞങ്ങളുടെ 2 ചാനലുകളാണ്. ഈ 2 ചാനലുകളും DA പോലുള്ള ശമ്പള പരിഷ്കരണം, DA, ലീവ് സറണ്ടർ, അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരാറുണ്ട്. ആ വീഡിയോകൾക്കെല്ലാം നല്ല റീച്ച് കിട്ടാറുണ്ട്. പല വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിൽ റിസൾട്ടും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ഞങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ കാരണം നിരവധി ആളുകളാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുകയും മറ്റ് സർവീസ് സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത്. ഓരോ എസ്ഗ്രേഷ്യ കിട്ടുന്നത് എങ്ങനെ, എസ്ഗ്രേഷ്യ എന്താണ്, ഗ്രാറ്റുവിറ്റി എന്താണ്, അതുപോലെ തന്നെ ഗ്രേഡ് എങ്ങനെയാണ്, ഗ്രേഡ് കിട്ടുമോ, ഇങ്ങനെ പല പല സർവീസ് സംശയങ്ങളും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സുഭാഷിതം ചാനലും ഗ്ലോബൽ മലയാളി ന്യൂസും, ഗ്രീൻ ഗ്ലോബൽ ആയിരുന്നു, അതിൽ ഗ്ലോബൽ മലയാളി ന്യൂസും ഒരു സേവന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അതൊരു സർവീസ് കൺസൾട്ടൻസിയാണ്. വ്യക്തികൾക്ക് നേരിട്ട് കൺസൾട്ടൻസി കിട്ടുകയും അതുപോലെ അപേക്ഷകൾ തയ്യാറാക്കുക, കൺസൾട്ടൻസി കിട്ടുക, സർക്കാരിൽ കൊടുക്കേണ്ടുന്ന പെറ്റീഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ നോമിനലായ ഫീസ് തരേണ്ടി വരും. കാരണം ഒരു ടീമാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു ടീമുണ്ട്. അപ്പോൾ അവർക്ക് ഫീസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ആ നിലയിൽ നമുക്ക് പരിഗണിക്കാം. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻകാരുടെയും സർവീസ് ആനുകൂല്യങ്ങൾ, സംശയങ്ങൾ, വേതന വ്യവസ്ഥകൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവീസ് ഷോട്ട് എന്ന് പറയുന്ന ഒരു പരമ്പര ആരംഭിക്കുന്നവരെ അറിയിക്കുന്നു. നമ്മുടെ 2 ചാനലിലും ഉണ്ടായിരിക്കും. സർവീസ് കൺസൾട്ടൻസിയും അതോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ കൺസൾട്ടൻസിക്ക് ഞാൻ സൂചിപ്പിച്ചു, അതിൻ്റെ നാമമാത്രമായ ഒരു ഫീസ് ഉണ്ടായിരിക്കും. കാരണം ഇത് സമയം ചെലവഴിച്ച് ഊർജ്ജവും സമ്പത്തും ഒക്കെ ചെലവഴിച്ചാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിഷയം. ഇനി അങ്ങനെയുള്ള പരമ്പരയിലെ ആദ്യത്തെ വിഷയം നമുക്ക് പെൻഷൻകാരിൽ നിന്ന് തുടങ്ങി പിറകോട്ട് വരാം. സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പേ പിടിച്ചവരാണ് എന്ന് പറയാറുണ്ട്. പേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ P എന്ന് പറഞ്ഞാൽ നല്ല പോസ്റ്റ്, ഒന്നാമത്തെ P. രണ്ടാമത്തെ P എന്ന് പറഞ്ഞാൽ നല്ല പേ കിട്ടണം, കയറുമ്പോൾ തന്നെ നല്ല പേ കിട്ടണം. മൂന്നാമത്തത് നല്ല പ്രൊമോഷൻ കിട്ടണം. നാലാമത്തത് നല്ല പെൻഷൻ കിട്ടണം. അങ്ങനെ 4 പേ കൊണ്ട് പേ പിടിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയാറുണ്ട്. അത് കളിയാക്കി പറയുന്ന ഒരു കഥയാണ്. പക്ഷേ ഈ പേ പിടിച്ച് നടക്കുന്നതിൽ ഏറ്റവും അവസാന കാലം ടെൻഷൻ വരുന്നത് പെൻഷനെ സംബന്ധിച്ചാണ്. എത്ര തരം പെൻഷൻ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മിനിമം പെൻഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. മിനിമം പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സർക്കാരിൽ ജോലി ചെയ്താലും, ഒരു ദിവസം ജോലി ചെയ്യാനേ പറ്റിയുള്ളൂ വിചാരിക്കുക, പിറ്റേ ദിവസം മരിച്ചുപോയി, അല്ലെങ്കിൽ പിറ്റേ ദിവസം സർക്കാർ മാറ്റി നിർത്തി, എന്തെങ്കിലും സസ്പെൻഷൻ ഒന്നുമല്ല, അല്ലാതെ എന്തെങ്കിലും വിഷയത്തിൽ സർക്കാരിൽ നിന്ന് മാറേണ്ടി വന്നു, ഒരു ദിവസമേ ജോലി ചെയ്താലും ഒരു മിനിമം പെൻഷൻ കിട്ടും. അത് പണ്ട് 350 രൂപയായിരുന്നു, ഇപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഒരു പെൻഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ എസ്ഗ്രേഷ്യ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതും ഇപ്പം മിനിമം പെൻഷൻ എന്നാണ് ആളുകൾ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. എസ്ഗ്രേഷ്യ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 10 വർഷത്തിന് താഴെ പെൻഷൻ ഉണ്ടെങ്കിൽ എസ്ഗ്രേഷ്യ കിട്ടും. അതെന്ന് പറയുന്നത് സ്ലാബാണ്. 5 വർഷം, 6 വർഷം, 10 വർഷം വരെയുള്ള സ്ലാബ് സിസ്റ്റത്തിലൊരു എസ്ഗ്രേഷ്യ എമൗണ്ട് കിട്ടും. അത് ചിലപ്പോൾ 10,000, 12,000 അങ്ങനെ ഒരു കാര്യമാണ് കിട്ടുന്നത്. 12,500 വരെയൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു പെൻഷനാണ്, അടുത്ത പെൻഷനാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് പെൻഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. അതാണ് അവസാനം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ ശതമാനമെല്ലാം കണക്കാക്കി കിട്ടുന്ന ഒരു തുക എന്ന് പറയുന്ന ഒരു പെൻഷൻ. അത് കിട്ടുന്നവർക്ക് DR കിട്ടും. പെൻഷൻ പറ്റിയതിന് ശേഷം പിന്നെ DA കൂട്ടുമ്പോൾ, സർവീസിലുള്ളവർക്ക് DA കൂട്ടുമ്പോൾ ഇവിടെ DR കിട്ടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊരു വേറെ തരം പെൻഷൻ. പിന്നെയും ഉണ്ട് പെൻഷനുകൾ. പിന്നെ ഉള്ള പെൻഷനുകൾ എന്ന് പറഞ്ഞാൽ EPF എന്ന് പറയുന്ന ഒരു പെൻഷനുണ്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കേരളത്തിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് മോൺസിംഗ് സെന്റർ, അതുപോലെ തന്നെ അതുപോലെ ശ്രീയിത്രയിൽ പെൻഷനാണെന്ന് തോന്നുന്നു. അതേസമയം പിന്നെ TPGRI, CWRDM, ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക CDT, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ പെൻഷനായി വരുന്നു എന്നറിയുന്നു. എന്നാൽ EPF ഉണ്ട്. EPF ആകുമ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടാണ്. കശുവണ്ടി ഓഫീസിലും അതുപോലെ തന്നെ 21,000 രൂപ വരെ ജോലിയുള്ള ആളുകൾക്കും കൊടുക്കുന്ന അതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. എംപ്ലോയറും കുറച്ച് പൈസ ഇടണം, എംപ്ലോയിയും ആരാണോ ജോലി കൊടുത്തിരിക്കുന്നത് അവരും കുറച്ച് പൈസ ഇടണം. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് 50 to 50% കണക്കാക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, പെർസെൻറ്റേജ് കുറയുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇനി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ അവർ ചെയ്യുന്നൊരു കള്ളത്തരം എന്ന് പറഞ്ഞാൽ 20,000 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ 10,000 രൂപ കൊടുക്കുന്നതായിട്ട് മാത്രമേ ബില്ലിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ 10,000 രൂപയ്ക്കുള്ള PF പൈസ ഇട്ടാൽ മതി, EPF പൈസ ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ ഒത്തിരി തരികിടകളൊക്കെ ഇതിനകത്തുണ്ട്.
അപ്പൊ അങ്ങനെ EPF-ൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും EPF വേണമെന്നാണ്. അപ്പൊ EPF ഒരു സ്ഥാപനത്തിൽ, അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെല്ലാം EPF വേണമെന്നാണ്. വലിയ വിശാലമായ നിയമമാണ്. അപ്പൊ EPF കിട്ടാത്ത ഏതെങ്കിലും സ്ഥാപനത്തിൽ കൂടുതൽ ആളുകൾ, ഒരുപാട് പേര് ജോലി ചെയ്യാൻ, ഒരാളെന്ന് ജോലി ചെയ്താൽ EPF എന്ന് പറഞ്ഞ് പോയി പിണങ്ങരുത്, പിണങ്ങിയ ആളിനെ പിരിച്ചുവിടും. അതേസമയം ഒത്തിരി ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ EPF-ന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുകയും അല്ലെങ്കിൽ EPF ഏർപ്പെടുത്തണമെന്ന് തിരുവനന്തപുരം പട്ടത്തുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലേക്ക് നിങ്ങൾ പരാതി കൊടുത്താൽ അത് തീർച്ചയായിട്ടും അവിടെ നിന്ന് അന്വേഷണത്തിൽ ആളുകൾ വരികയും ഫീൽഡ് സ്റ്റാഫ് വരികയും അത് കൃത്യമായി, വലിയ നിയമമാണ്, കൃത്യമായി ആ മാനേജ്മെന്റിനെ കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനത്തെ കൊണ്ട് EPF നടപ്പിലാക്കുകയും ചെയ്യും. പല ടെക്സ്റ്റൈൽസുകൾക്ക് പോലും EPF ഉണ്ട്, ഇല്ലാത്തതും മഹാഭൂരിപക്ഷത്തിനും ഇല്ല. പക്ഷെ ഉള്ള സംവിധാനങ്ങളുണ്ട്, EPF ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന EPF വഴിയുള്ള ഒരു പെൻഷൻ സ്കീമും ഉണ്ട്. പിന്നെയാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ. കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ. അതിപ്പോൾ സർക്കാർ 2004-ൽ അത് കൊണ്ടുവന്നതാണ്, നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അതിൽ ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചേർന്ന് കഴിഞ്ഞാൽ 60% റിട്ടയർ ആകുമ്പോൾ 60% തുക അവർക്ക് പിൻവലിക്കാം. ബാക്കി 40% തുക അവിടെ ഇട്ടേക്കും. ഈ 40% തുകയ്ക്ക് ഉള്ള പലിശ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊരു കഥയുണ്ട്, നമ്മളത് കൂടി പറഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് PSC ലിസ്റ്റിൽ സീനിയോറിറ്റി 35 വയസ്സിനകത്ത് അയാൾ ടെസ്റ്റ് എഴുതി. പക്ഷേ ലിസ്റ്റ് 5 വർഷം മറ്റോ കിടന്നു, അത് 36 ഏതോ വർഷത്തിൽ എഴുതി ലിസ്റ്റ് കിടന്നു. പക്ഷേ പോസ്റ്റിംഗ് വന്നപ്പോൾ 44 വയസ്സായി. എന്തായാലും അദ്ദേഹത്തിന് 44-ാമത്തെ വയസ്സിലാണ് PSC വഴി ജോലി കിട്ടിയത്. 56 വയസ്സിൽ റിട്ടയർ ആയി. അപ്പോൾ 12 വർഷമായി സർവീസ് ഉള്ളൂ. കോൺട്രിബ്യൂട്ടറി പെൻഷനുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് 11 ലക്ഷം രൂപയോ മറ്റാണ് എല്ലാം കൂടി കിട്ടുന്നത്. ഈ സർവീസിൽ നിന്ന് മാറുമ്പോൾ ഇപ്പോൾ ഉടനെ പെൻഷനാവും കിട്ടുന്ന അതിൽ 11 ലക്ഷത്തിൽ ഈ 6,60,000 രൂപ കയ്യിൽ വാങ്ങാം. ബാക്കി രൂപ ഈ പെൻഷൻ ഫണ്ടിലേക്ക് പോകും. അപ്പോൾ 4 ലക്ഷത്തി സംതിങ് റുപ്പീസാണ് പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്നത്. ഇതിന് ഒരു 1 ലക്ഷത്തിന് കണക്കാക്കി 500 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 2000 രൂപയാണ് പുള്ളിക്ക് പെൻഷൻ കിട്ടുന്നത്. അതിനേക്കാൾ 6% പലിശ എന്താണ് കൊടുക്കുന്നത്. അതിനേക്കാൾ പൈസ 8% സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ 8.5% അല്ലെങ്കിൽ 8% നമ്മൾ സാധാരണ ബാങ്കിൽ സൊസൈറ്റിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടിട്ടാൽ പോരെ. അപ്പോൾ ഈ പെൻഷൻ എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് അല്ല, ആകർഷകമായിട്ടുള്ള ഒരു പെൻഷൻ അല്ല ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പിൻവലിക്കുമെന്ന് ഉള്ള ശക്തമായ സമ്മർദ്ദം നടക്കുന്നതും പിൻവലിക്കാൻ സർക്കാർ പറയുന്നത്. പക്ഷെ അത് പിൻവലിക്കലോ ഒന്നും നടന്നിട്ടില്ല. ധാരാളം ആളുകൾ ഇപ്പോൾ സർവീസിലൊക്കെ കയറുന്ന ധാരാളം പേര് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. പിന്നെ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പെൻഷൻ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന മറ്റൊരു സ്കീമും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പെൻഷൻ സ്കീമുകളുണ്ട് സംസ്ഥാനത്ത്, രാജ്യത്തും. ഇത് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ജോലിയിൽ കയറാൻ. അപ്പോൾ ജോലിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കണം, നല്ല പെൻഷൻ വേണോ, സർക്കാരിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ജോലികളിൽ കയറണം. പെൻഷൻ പിന്നെ 56 വയസ്സ് മുതൽ ചില സ്ഥാപനങ്ങളിൽ 60 വയസ്സ് വരെ ജോലി കൊടുക്കാറുണ്ട്, ചില സ്ഥാപനങ്ങളിൽ 65 വയസ്സ് വരെ ജോലി കൊടുക്കാറുണ്ട്. അപ്പോൾ തൊഴിലന്വേഷകരും തൊഴിൽ കയറിയിരിക്കുന്ന തുടക്കക്കാരുമൊക്കെ പെൻഷനെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഇതൊക്കെ ഒന്ന് പഠിച്ചോളൂ. ഇനിയും ഞങ്ങളുടെ സർവീസ് ഷോട്ടിൽ ഒരുപാട് വീഡിയോകൾ ഇതുപോലെ വരുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള 5.5 ലക്ഷം പേരും അതുപോലെ തന്നെ പെൻഷൻ പറ്റിയവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് തരുന്ന എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും തിരിച്ച് സ്നേഹാദരവ് പറയുന്നു. ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംഭാവനകൾ അയച്ചു തരിക. പരസ്യങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ പരസ്യങ്ങൾ നൽകാനുള്ള സഹായം കൂടി ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം വച്ചിട്ടുണ്ട്.